ഹായ്, നമസ്കാരം. നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ്, മിമിക്രിക്കാരൻ സലീം കുമാർ പുതുതായി തുടങ്ങാൻ പോകുന്ന സാംസ്കാരിക കോളേജിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും അഡ്മിഷൻ തേടിത്തരാനുള്ള ഒരു ത്രൂ ഔട്ട് വേ ആയിട്ട് നിങ്ങൾ ഈ വീഡിയോയെ കാണുക. സുഗന്ധദ്രവ്യങ്ങളും ബീഡിയും സിഗരറ്റും എല്ലാം അറബികളെ ഇവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്. പകരമായിട്ട് അവര് നമുക്ക് സ്വർണം തരും. അങ്ങനെ സ്വർണം തരുന്ന മാസമായതിന്റെ പേരിലാണ് നമ്മുടെ ചിങ്ങമാസത്തിനെ പൊന്നും ചിങ്ങമാസം എന്ന് കോഴിക്കോട്ട് വരെ വിളിച്ചത്. ആ വാർത്തയാണ് കേരളം മുഴുവൻ കവികളും ഗാനരചയിതാക്കളും പാടി നടക്കുന്ന പൊന്നു. നേരം റോട്ടിലൂടെ പോകുന്ന പെൺപിള്ളേരെല്ലാം മൊബൈൽ ഫോൺ പിടിച്ചിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത്. നിങ്ങൾ നാളത്തോളം ശ്രദ്ധിച്ചോ, ഒരു പെൺകുട്ടി പോലും മൊബൈൽ ഫോണിൽ സംസാരിക്കാതെ പോകുന്നില്ല. അവർക്ക് ഇത്ര ഇന്ത്യ ഭരിക്കുന്ന മോദിക്കുണ്ടാവൂല ഈ തിരക്ക്, നടക്കുന്ന വഴി ഫോൺ ചെയ്തിട്ട് പോവുക. ഇവര് എന്തെന്നാണ് പറയണത്? ആരോടാ? പഠിക്കുന്ന പിള്ളേരാണ് എല്ലാവരും. ഒരാൾ പഠിക്കാൻ നമുക്ക് വിചാരിക്കാം ഇത് ഒരാളല്ലേ. ഇത് വരുന്ന, ഞാൻ എല്ലാം ചെക്ക് ചെയ്തു, വരുന്ന സകല പിള്ളേരും ശ്രദ്ധിക്കുന്നേയില്ല. ഈ ഫോണില് ഓണടിക്കുമ്പോൾ മാറും, അതുമില്ല. ഒന്നാമത്തെ ചെറിയ വഴിയാണ് നമ്മുടെ. ആ ചെറിയ വഴിയിലൂടെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോയത്. അപ്പോ നമ്മുടെ തലമുറയെ സംസ്കാരം എന്താണെന്ന് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് കേരളത്തിനോടൊക്കെ പരമ പുച്ഛോ പുതിയ ആളുകൾക്ക്. അവർക്ക് ഇവിടെ നമ്മളുടെ സലീം കുമാർ പറയുന്നു, നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് സംസ്കാരമില്ല, അവരെ ഇനിയും സംസ്കാരം പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആ പെൺകുട്ടികളെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സലീം കുമാർ എന്ത് ചെയ്തു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സലീം കുമാർ പൊതുവെ മാന്യനാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇയാള് ഈ കാണിക്കുന്ന കോക്കറി മാതിരിയായി പോയി ഇയാളുടെ ചില പ്രതികരണങ്ങൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ സലീം കുമാറെ, താൻ എന്നെ കാട്ടി 5 വയസ്സ് താഴെയാണ്. തനിക്ക് ഏകദേശം 55 വയസ്സ് നമുക്ക് കൂട്ടാം. തന്റെ അപ്പൻ ഗംഗാധരൻ അല്ലേ, ഇങ്ങനെയല്ലേ അയാളുടെ പേര്? അയാളൊരു ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തി ആയിരുന്നത് കൊണ്ടാണ് തനിക്ക് സലീം കുമാർ എന്ന പേരിട്ടത് എന്ന് താൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യം. പക്ഷേ തനിക്ക് ആ പേരിടാനുള്ള ആ മിസ്റ്റർ ഗംഗാധരൻ കണ്ട ഒരു വകതിരിവ്, അത് ഭാവിയിൽ ജനങ്ങള് ഇന്നത്തെ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ സമുദായം പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലുന്നത് ഒഴിവാക്കാൻ വേണ്ടി തന്റെ പേരറിഞ്ഞാൽ തന്റെ ജാതി തിരിച്ചറിയാൻ പാടില്ല എന്നുള്ള സദ്ഗുണ ചിന്തയോട് കൂടി ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു തനിക്ക് പേരിട്ടത്. അത് നല്ല കാര്യം. ആ മഹാമനസ്കനെ നമ്മൾ നമിക്കുന്നുണ്ട്. പക്ഷേ താൻ വടക്കം പറവരല്ലേ ജനിച്ചു വളർന്നേ? ഇവിടെ തന്റെ ഒരു ആയ കാലത്തൊക്കെ ഇങ്ങോട്ട് എവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് പോയാൽ മതിയില്ല. ആ പാലം കയറി അങ്ങോട്ട് ഇറങ്ങിയാല് ഗോതുരുത്ത് കേട്ടിട്ടുണ്ടോ? ഗോതുരുത്തെന്ന് ഇല്ലയോ? എന്നാ ആ ഗോതുരുത്തിലെ ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. പബ്ലിക്കായിട്ട് മിറ്റത്ത് 4-5 ചാരായ കലങ്ങൾ വെച്ച് ചാരായം മാറ്റി വ്യാപകമായിട്ട് കേരളത്തിലൊട്ടുക്ക് വിൽപ്പന നടത്തിയിരുന്നത്. അന്ന് അവിടെ നിന്ന് പുറപ്പെടുന്ന അംബാസഡർ കാറുകൾ, സ്പെഷ്യലി ശ്രദ്ധിക്കണം, അംബാസഡർ കാറുകൾ. ഈ അംബാസഡർ കാറുകളിൽ പ്ലേറ്റുകൾ അടിച്ചു പൊക്കി അതിനകത്ത് കന്നാസുകൾ കുത്തി നിറച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽപ്പന നടത്തിയിരുന്നു. അതിനെപ്പറ്റി താനെങ്ങും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോടു. താൻ ഇതുവരെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ലയോ? എന്നാൽ താനെ ഗോതുരത്തിൽ പോയി തിരക്കണം. കുറെ കൊല്ലങ്ങൾക്ക് മുൻപ് ഗോതുരത്തിൽ എങ്ങനെയായിരുന്നു ചാരായം മാറ്റിയിരുന്നത്? പബ്ലിക്കായിട്ട് കലത്തിനകത്തും മീപ്പയ്ക്കകത്തും കോട കലക്കി മിറ്റത്ത് തന്നെ സൂക്ഷിച്ച് മിറ്റത്ത് തന്നെ വെച്ച് ചാരായം മാറ്റിയെടുക്കുന്ന ആ ഒരു ടെക്നോളജി തനിക്ക് അവിടെ അറിയാൻ കഴിയും. അയ്യോ, താൻ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആ മേഖലയിലൊക്കെ അന്ന് വ്യാപകമായിരുന്നു ഈ വാറ്റ് ചാരായം. തന്റെ ഈ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊന്നും അതിനെപ്പറ്റി താനൊരു വാക്ക് പറഞ്ഞാൽ കേട്ടിട്ടില്ലല്ലോടു. അതെന്താ സലീം കുമാറെ? പോട്ടെ, അത് വിട്ടുകള, മൈനർ കേസായിട്ട് കൂട്ടിയാൽ മതി.
പക്ഷെ ഞാൻ എൻ്റെ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. അവിടെ നിങ്ങളുടെ ആ പാലം, വടക്കംപറവൂരെ പാലം കയറി ഇങ്ങോട്ട് കയറി വരുമ്പം പോലീസിന്റെ സാന്നിധ്യം ഉണ്ടാകാതിരിക്കാൻ ഇവിടെ വേണ്ട സാധന സാമഗ്രികളും കല്ലും വടിയും ഒക്കെ ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നതും, ഏതെങ്കിലും കാരണവശാല് അവിടെ നിന്നൊരു വാഹനം, പോലീസ് വാഹനം ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാല് നിങ്ങൾ തല്ലി ഒതുക്കിയതും നിങ്ങളുടെ നാട്ടുകാരെ ഒക്കെ തല്ലി ഒതുക്കിയതും ഒക്കെ ഒരുപാട് കഥകളില്ലയോ? അതൊക്കെ പറയണ്ടായോ? ഇയാളുടെ മിമിക്രിക്കും ഗോക്രിക്കിടയിലും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ? എന്തിനാണോ ആ ഗംഗാധരനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഇപ്പൊ ശരിക്കും അങ്ങനെയാണ് വന്നത്. താൻ പറയുന്നു കേരളത്തിലെ പെൺകുട്ടികളെല്ലാം ഫോണും ചെവി വെച്ചുകൊണ്ടാണ് ഈ റോഡുകളിലൂടെ മുഴുവൻ യാത്ര ചെയ്യുന്നത്. ഞാൻ അങ്ങനെയൊന്നും കാണുന്നില്ല. ഒരു മുറിയൊക്കെ എവിടെയെങ്കിലും കാണും. അത് അവർക്ക്, പെൺകുട്ടികൾക്ക് അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാൻ. അതിലുപരി പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത് കാണുമ്പം ഞരമ്പ് രോഗികളുടെ ശല്യം നമ്മുടെ നാട്ടിൽ കുറയും. ഈ പെൺകുട്ടികളെ കയറി അവൻ ആക്രമിക്കാൻ ചെല്ലത്തില്ല. കാര്യം ഇവര് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അവൻ അറിയില്ല. അത് പല പെൺകുട്ടികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഫോൺ, ഏതെങ്കിലും ഞരമ്പ് രോഗികളുടെ വഴി ശല്യം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ ഫോൺ എടുത്ത് ചെവി വെച്ചുകൊണ്ടങ്ങ് നടക്കുമെന്ന്. കാര്യം അത് കണ്ട ഞരമ്പിന്റെ സോക്കേട് മാറി കിട്ടുമെന്നാണ് ആ പെൺകുട്ടികൾ പറയുന്നത്. അങ്ങനെ ആയിക്കൂടോ? താൻ ഇതൊക്കെ തിരക്കണോ? താനിപ്പം സപ്രപഞ്ചത്തിലൊക്കെ കയറി ഇരിക്കുന്ന സമയത്ത് തന്റെ ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് വന്ന് സാധാരണ ജനങ്ങൾ, ഈ നാട്ടിലെ പെൺകുട്ടികൾ എങ്ങനെയാണ് ജീവിതം പടുത്തുയർത്തുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് താനൊന്ന് അറിയണം. താൻ തന്റെ ബംഗ്ലാവിൽ നിന്നിറങ്ങി ഷൂട്ടിങ്ങിന് മാത്രം നടന്നിട്ട് ഇതുപോലെ വിവരദോഷികളായിട്ടുള്ള കുറെ കോൺഗ്രസ്സുകാരെ നിരത്തിയിരുത്തിക്കൊണ്ട് ഒരു കാര്യം, താൻ ഇത്രയും വലിയ വിവരക്കേട് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ആ മലന്നിരിക്കുന്ന ഒരു ഒറ്റ പുന്നാര മോൻ പോലും തന്നോട് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. അതാണ് നിങ്ങൾ കോൺഗ്രസ്സുകാരുടെ മഹാത്മ്യം. എന്തിനാണോ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? താൻ കാണിക്കുന്ന കോക്രിയൊക്കെ കുറെയൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പൊതുവെ കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ഇഷ്ടമാണ്. പക്ഷേ അതെല്ലാം താൻ ഒറ്റ നിമിഷം കൊണ്ടാണ് ഇല്ലാതാക്കിയത്. താൻ പറഞ്ഞ് കേരളത്തിലെ പെൺകുട്ടികൾക്ക് സംസ്കാരം ഇനിയും പഠിപ്പിക്കണമെന്ന്. താൻ എത്ര പെൺകുട്ടികളെ സംസ്കാരം പഠിപ്പിക്കൂടോ? തനിക്ക് അതിനുള്ള ആവതുണ്ടോ? താൻ ആരാകുവേ? അതാണ് നാട്ടുകാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്, അവനവൻ അർഹിക്കുന്നതേ കൊടുക്കാവൂന്ന്. താൻ അർഹിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഈ കേരള സമൂഹം, ഈ മലയാളി സമൂഹം തനിക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് തനിക്ക് അവരുടെ മേൽ കുതിര കയറണമെന്നുള്ള ഈ തോന്നലുണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് തനിക്ക് 4 കോൺഗ്രസ്സുകാരെ കണ്ടിരുന്നപ്പം താന് കോഴിക്കോട്ടെ സദസ്സിന് മുന്നിൽ പറയുന്നു കോഴിക്കോട്ടെല്ലാം സാംസ്കാരിക സമ്പന്നരാണെന്ന്. അപ്പം കേരളത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വെറും ഉണ്ണാക്കന്മാരാണോ എന്നാണ് താൻ ഉദ്ദേശിച്ചത്? തനിക്ക് ഡിഗ്രി വരെയൊക്കെ പഠിച്ചില്ലേ? ഒരു അല്പം പൂളയൊക്കെ വേണ്ടായോ? പറയുന്ന വാക്കുകൾക്ക് ഒരു അർത്ഥമൊക്കെ വേണ്ടായോ? ഇല്ലെങ്കിൽ പിന്നെ നാട്ടുകാർ ഇതുപോലെ എടുത്തിട്ട് കിടക്കും. എന്തിനാണ് അയാളെ പറയിപ്പിക്കുന്നത്? ഞാൻ നിർത്തുക.